ഞാൻ കുറച്ച് നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും സ്ഥലത്ത് ഉള്ള ആളുകളുടെ പ്രത്യേകത പറഞ്ഞുതരാം. ആളുകളുടെ എല്ലാ കുടുംബം നാട്ടുകാരുടെ പ്രത്യേകത പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് തെക്കോട്ടുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങാം. ഞാൻ കണ്ണൂരപ്പം. അപ്പോൾ ഇങ്ങോട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരമ്മ, ഇപ്പോൾ എൻ്റെ അമ്മ പ്രസവിച്ചു മക്കൾ എന്ന് വിചാരിച്ചോ, ഒരു 3 മക്കളെ പ്രസവിച്ചു. പോട്ടെ, 3 ആയാലും 5 ആയാലും 5 മക്കളെ പ്രസവിച്ചു. എൻ്റെ അമ്മ 5 മക്കളെ പ്രസവിച്ചു. ഈ 5 മക്കൾ കല്യാണം കഴിഞ്ഞു പോയി എന്ന് വെച്ചോ. കല്യാണം കഴിഞ്ഞ് പോയാലും 5 പേരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ആദ്യം കല്യാണം കഴിഞ്ഞ് പോകുന്ന ആൾ പോയാലും ഈ ബാക്കി 4 പേരെ നോക്കും. ഈ കുടുംബക്കാരെയും നോക്കും. ഈ കുടുംബത്തിലൊന്നുമില്ല എന്ന് വിചാരിച്ചു. ഈ കുടുംബത്തിലൊന്നുമില്ല പോയിട്ട് ആ മൂത്ത മോനെല്ലാം ഉണ്ട്. ആ മോൻ കല്യാണം കഴിഞ്ഞാലും ഈ 4 മക്കളെയും അമ്മയും അച്ഛനെയും നോക്കും. അത് ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോൻ കല്യാണം കഴിഞ്ഞ് പോയാലും ഇതുപോലെ തന്നെ നോക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെയും കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോൾ 5 ആളും കല്യാണം കഴിഞ്ഞ് പോയി. ഇനി ഇവരെല്ലാം അപ്പോൾ ചിലപ്പം ഇതിലേതെങ്കിലും ഒരാൾ പാവപ്പെട്ടവരായിരിക്കാം, ചിലപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കാം. ഇനി പാവപ്പെട്ടവരാണെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കളൊക്കെ ഉണ്ടാവില്ല. പാവപ്പെട്ടവരാണെങ്കിൽ ആ ആളെ ഹെൽപ്പ് ചെയ്യും വരും. ഇത് ഈ 4 പേരും 4 മക്കളിൽ ഒരാൾ പാവപ്പെട്ടവരാണെന്ന് വെച്ചോ, കല്യാണം കഴിഞ്ഞ് കൊടുത്തൊന്നുമില്ല എങ്കിൽ ഈ 4 ആളും ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും കൊണ്ടു കൊടുത്തുകൊണ്ടേയിരിക്കും. ആഴ്ചയിൽ ഓരോരുത്തരായിട്ട് കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ അവരെ കുടുംബത്തിലെല്ലാം നോക്കുന്ന ഇവർ തന്നെ ആയിരിക്കും. 4 കുട്ടം കൂടെ തന്നെയായിരിക്കും. പിന്നെ അതുപോലെ ഇതിലുണ്ടാകുന്ന കുട്ടികളെന്ന് വെച്ചോ, ചിലപ്പോൾ ഇതിലൊരാൾ പാവപ്പെട്ടവരുണ്ടാവില്ലേ, അപ്പോൾ അതിലുണ്ടാകുന്ന കുട്ടിക്ക് ഒന്നുമില്ല എന്ന് വെച്ചോ കൊടുക്കാനായിട്ട്. അതായത് അവരുടെ കുട്ടിയെ കെട്ടിച്ച് വിടാൻ നേരത്തൊന്നുമില്ല. 4 കൂട്ടരും കൂടെ സഹായിച്ച് വിട്ട് വേണം കെട്ടിക്കാനായിട്ട്. അത് സഹായിച്ച് കെട്ടിക്കും വരും. അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള സിസ്റ്റം. അത് 1 പവൻ 2 പവനൊന്നുമല്ല, പറ്റുന്ന അത്ര പവൻ ഇവർ കൊടുക്കും. കാരണം ഇവിടുത്തെ പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തോ എന്ന് പറയും. ഉള്ളിലുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അമ്മായിയമ്മയൊക്കെ ഇവിടെ കാരണവന്മാരുടെ സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങളാരും അങ്ങനെ പറയാറുമില്ല എന്നുകൊണ്ട് പറഞ്ഞാൽ തന്നെ മൈൻഡ് ആക്കാറുമില്ല കേട്ടോ. ഇവിടുത്തെ ആണുങ്ങൾ കൊടുത്തിരിക്കുന്നത് ഉറപ്പ്. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. ഇനി നാട്ടുകാരെയൊക്കെ ഇതാക്കിയിട്ടാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ ഇങ്ങോട്ടുള്ളൊരു സിസ്റ്റമാണ്. മുസ്ലിംസിൻ്റെ ഇടയിൽ കൂടുതലുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. ആ ഒരു ഭയങ്കര ബോണ്ടാണ് അവർ തമ്മിൽ ഹെൽപ്പ് ചെയ്യാനും പിടിക്കാനും ഒക്കെ. ഹിന്ദുക്കളായാലും ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും എന്നുണ്ട് എല്ലാവരും. മുസ്ലിംസിൽ കൂടുതൽ ഹെൽപ്പിങ് അവരങ്ങനെയാണ്. ഞാനങ്ങനെ ജാതി എടുത്ത് പറയുന്നതല്ല, അവരിൽ അങ്ങനെയാണ്. കുറേ കൂടെ കൂടുതലാണ്. നമ്മൾ ഹിന്ദുസിനെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ് ഇങ്ങോട്ട്. തെക്കോട്ട് അങ്ങനെയല്ല. ഈ 5 മക്കളെയും കെട്ടിച്ചു. 5 മക്കളുണ്ട്, അമ്മയ്ക്ക് 5 മക്കളുണ്ട്. ഓക്കെ, ഞാൻ തെക്കോട്ടാന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് 5 കുട്ടികൾ. പക്ഷേങ്കിൽ 5-ൽ ഈ ആദ്യ കുട്ടി കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി അതതിൻ്റെ പാടായി. രണ്ടാമത്തെ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി അതതിൻ്റെ പാടായി. മൂന്നാമത്തെ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയാൽ അതതിൻ്റെ പാടായി. ഒരു ടച്ചിങ്ങും ഉണ്ടാവില്ല. മനസ്സിലായ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ആരും കാണാൻ ചിലപ്പോൾ കൊടുത്തെന്ന് പറയാം. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ വരുന്നു, പറഞ്ഞുതരാം. ഈ 4 അപ്പം അപ്പോൾ അങ്ങനെ 1 പവനോ 2 പവനോ എന്തെങ്കിലും കൊടുക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലും അരി ആഹാരം എന്തെങ്കിലും നിങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാം സഹോദരങ്ങളെന്ന് വെച്ചിട്ട് പിന്നെ ആദ്യത്താണെന്ന് വെച്ചാൽ ആദ്യത്താണ് കല്യാണം കഴിഞ്ഞ് പോയി. ബാക്കി അമ്മേനെ അച്ഛനെ കെട്ടിപ്പോകുന്ന ഭാര്യമാർ സമ്മതിക്കില്ല. തെക്കോട്ട് അങ്ങനെയല്ലേ സഹായിക്കുന്ന ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. ഇങ്ങോട്ട് അങ്ങനെയല്ല. ഇവിടുത്തെ സിസ്റ്റം നോക്കണം, കടമ അങ്ങനെയാണ്. അതുകൊണ്ട് നോക്കിയിരിക്കും. ആദ്യത്തെ ആൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി എങ്ങനെയും മക്കളെ ഇവർ പറഞ്ഞ് വിട്ടിരിക്കും, എന്നിട്ട് നോക്കിപ്പിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതിപ്പോൾ പറയാൻ വന്നാൽ ഞാനൊരു വീഡിയോ ഇപ്പോൾ കണ്ടു, അതുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പം നിങ്ങളപ്പോൾ ചോദിക്കും 5 പെണ്ണായാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. 5 പെണ്ണായാൽ എൻ്റെ അമ്മയ്ക്ക് 5 പെണ്ണാന്ന് വെച്ചോ. 5 പെണ്ണാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ കുടുംബക്കാരില്ലേ, എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരില്ലേ, അവർ വരും സഹായിക്കാനായിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അവർ വരും. അവർ വന്നിട്ട് നമ്മളെ സഹായിക്കും. അതായത് അമ്മേൻ്റെ സഹോദരങ്ങളില്ലേ, അവർ നമ്മളെ സഹായിക്കും. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർ കണ്ടറിഞ്ഞൊന്ന് സഹായിക്കും. അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞവർക്ക് തെക്കോട്ടുള്ള സഹോദരങ്ങൾ അതിൽ പിരിവില്ല. അത് അതേപടി അവർ പിന്നെ കൊച്ചുമക്കളെയും കൂടെ നോക്കണം. ഇല്ലല്ല, പൈസകളായില്ലേ. അപ്പം ഇങ്ങനെ ഒന്നുമില്ല എങ്കിൽ അവർ വന്ന് സഹായിക്കും. അങ്ങനെയുണ്ട്. ആ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചിലപ്പം അമ്മേൻ്റെ ആൾക്കാരായിരിക്കും അമ്മേനെയൊക്കെ സഹായിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ അറിയുന്നില്ലല്ലോ.
ഈ 5 മക്കളും അറിയുന്നില്ല. വലുതാവുന്നവരെ അവർ സഹായിച്ചിട്ടുണ്ട്. മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെന്താക്കും, മക്കളെയൊക്കെ ഗൾഫിൽ പറഞ്ഞ് ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവർ ജീവിക്കും. അങ്ങനെയാണ്. അതിപ്പം നിങ്ങൾക്ക് എങ്ങനെ എന്ത് മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ രീതിയിൽ പറഞ്ഞതാണ്. വല്ലതൊക്കെ മനസ്സിലായെങ്കിൽ പറയണം. ഇത് ഇവിടെ സ്നേഹത്തിൻ്റെ കുറവല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തെക്കുന്ന ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് ഇങ്ങോട്ട് വടക്കോട്ട് വരെയാണ്. കെട്ടി വരുമ്പോൾ ഭർത്താവിനോട് പറയാണ്, നിങ്ങളെ പൈസയൊന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല, നിങ്ങളെ സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ വേണം. നടക്കൂല കേട്ടോ. അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ട. അവർ കൊടുത്തിരിക്കും. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും. പിന്നെ നാട്ടുകാർ നിങ്ങളെ പറഞ്ഞു തുടങ്ങും. അങ്ങനെയൊന്നുമല്ല ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല സഹാനുഭൂതിയും അങ്ങനത്തെ എല്ലാം വേണം. ആവശ്യത്തിന് കൊടുക്കുക. വാരി കണ്ടറിഞ്ഞ് കൊടുക്കുക. ആവശ്യമില്ലാണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടറിഞ്ഞിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സഹാനുഭൂതിയുള്ള മനസ്സുള്ള ആളായിട്ട് വേണം വരാനായിട്ട്. ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കണം ഇവിടെ ഉള്ളവരെയൊക്കെ. പിന്നെ ചാടിക്കയറി അങ്ങനത്തെ സഹായം ആവശ്യമില്ല. ആവശ്യത്തിന് സഹായിക്കുക, അനാവശ്യമായിട്ട് സഹായിക്കാണ്ടിരിക്കുക. പിന്നെ ഇവിടെയുള്ളവരും അങ്ങനെ തന്നെയാണ്. ആവശ്യങ്ങൾക്ക് സഹായിക്കും, കണ്ടറിഞ്ഞ് സഹായിക്കണം. അത് അവർ ചെയ്യുള്ളൂ കേട്ടോ. കണ്ടറിഞ്ഞേ സഹായിക്കുള്ളൂ. ഇപ്പം പെങ്ങളെ കെട്ടിച്ച് വിട്ടിട്ട് പെങ്ങളെ വീട്ടിൽ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോയി ഹെൽപ്പൊന്നും കൊടുക്കില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്ത് ഹെൽപ്പാണ്? എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇവിടെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒന്നുമില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കില്ല. അതൊക്കെ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഉള്ളവർ അടുത്ത വീട്ടിൽ അരി പോഞ്ഞില്ല എന്ന് വെച്ചിട്ട് കൊടുക്കുകയൊന്നുമില്ല. ഇങ്ങോട്ടുള്ളവർ അത് തെക്കോട്ട് ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. അടുത്ത വീട്ടിൽ അരിയില്ലെങ്കിൽ എന്നാൽ നമ്മൾ തരാമെന്ന് പറയുമായിരിക്കും. ഇവിടെ ഉള്ളവർ കൊടുക്കും. അങ്ങനെയല്ല, അങ്ങനെ എടുത്ത് വാരിക്കോരിയൊന്നും കൊടുക്കുകയൊന്നുമില്ല. അത് ഇവിടെ ഉള്ളവരുടെ വേറെ പ്രത്യേകത, നിങ്ങളുടെ നാട്ടിലുള്ളവരുടെ പ്രത്യേകത. എത്ര വീഡിയോ ആയിട്ട് അങ്ങോട്ട് ആവുമെന്നറിയില്ല, അപ്ലോഡ് ആവുമെന്നറിയില്ല. എന്തായാലും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുക. എന്തെങ്കിലും മനസ്സിലായാ?